എടുക്കാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം വാർഡാണ്. 14-ാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണ്ടാവില്ല ആർക്കും. ചാവക്കാട്ടെ മിനി ഊട്ടി വാഗമൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ. ഇത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ നേരെ കണ്ട റോഡില്ലേ, ഈ റോഡല്ല, തൊട്ട് മുന്നേ കണ്ട റോഡ്, ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ മാർക്കറ്റിനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നൊരു ബിൽഡിങ്, അത് വെള്ളം കയറി നാശമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. എൻ്റെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ഞാൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്നല്ലാണ്ട് വേറെ എവിടുന്നെങ്കിലും പടങ്ങൾ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടിരിക്കുന്നത്. അപ്പം മുന്നേ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ നല്ല മഴ കാരണം ഇവിടെയൊക്കെ മൊത്തം നല്ല വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത്. അവൾക്ക് ഒരു എന്താ പറയുക, ഓഫ് വൈറ്റ് പോലത്തെ കളറാണ്. ഒരു ഉടുപ്പ് സ്റ്റുഡിയോ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഡ്രസ്സ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കി നോക്കി വന്നിട്ട് അവസാനം അതേ ഈ ഒരു തോണിയുടെ അവിടെ നിന്നാണ് നമ്മൾ പടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ മൊത്തം ഒരു കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ചളിയും ഒക്കെ കൂടെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പതുക്കെ ആദ്യം കോരയിട്ട് കുത്തി നോക്കിയിട്ട് എത്രത്തോളം ലെങ്ത് ഉണ്ട്, എത്രത്തോളമാണ് ആളുകളെന്ന് നോക്കിയിട്ടാണ് പിന്നെ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് മോളേനെ എടുത്തിട്ട് തോണി പതുക്കെ അങ്ങോട്ട് കരയുടെ അങ്ങോട്ട് നീക്കി പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ പടങ്ങളൊക്കെ എടുത്തിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചൂണ്ടിടാനൊക്കെ പിള്ളേരിരുന്നിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കടന്നിട്ട് വേണം നമുക്ക് ബീച്ചിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ. ഇതല്ലാണ്ട് അപ്പുറത്ത് നല്ല നീറ്റായിട്ടുള്ള വഴി വേറെ ഉണ്ട് കേട്ടോ. മീൻസ് ചപ്പും ചവറും ചണ്ടികളും ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വഴി അപ്പുറത്തുണ്ട്. പക്ഷേ അത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ ഇത് കൂടെ തന്നെ ഇറങ്ങിയിട്ടോ. വെള്ളമല്ലേ എന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ കുറേ ആൾക്കാർ വന്നിട്ട് ഡയപ്പേഴ്സും നാപ്കിൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുന്നിട്ട് ആകെ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗം. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ഇറങ്ങിയ കാരണം പിന്നെ അങ്ങനെ നടന്നു പോയി. ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേയുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ മുന്നേ ഈ സ്റ്റാർട്ട് ചെയ്തിരുന്ന വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിരുന്ന സമയത്ത് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിലൊന്നും ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നന്നായി വെള്ളം കയറിയിട്ട് കടൽ കയറ്റം അങ്ങനെ എന്തോ പറഞ്ഞു പപ്പയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ കടൽ മൊത്തത്തിൽ നോക്കിയാൽ നമ്മുടെ ഈ നിൽക്കണേൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗം മൊത്തമായിട്ട് കടൽ കയറി വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. നമുക്ക് മുന്നേ ഇപ്പോൾ വെള്ളം കാണുന്ന ആ ഒരു ഏരിയയിൽ, ആ ഏരിയയിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ മൊത്തം ഒരു എന്താ പറയുക, പൊളിഞ്ഞ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ തട്ടത്തും ചവിട്ടി കഴിഞ്ഞ് ഇടിഞ്ഞ് പോയി നിലത്തേക്ക് വീഴും, അങ്ങനെ വെച്ചാൽ കടലിലേക്ക് വീഴും, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇവിടെ ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ വെച്ചിട്ടാ. ഞാൻ ഈ വിഷ്വലിൽ മീൻസ് വീഡിയോയിൽ എടുത്തതിനേക്കാൾ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോഷൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്ന് നമുക്ക് ചാവക്കാട് മറ്റേ ബീച്ചിനേക്കാൾ 14-ാം വാർഡിലേക്ക് വരണതാണ് കുറച്ചും കൂടെ ബെറ്റർ. അതിമോള് പോവാ ഫോട്ടോ എടുത്തു അല്ലേ. ഈ സൈഡാണ് കേട്ടോ ഈ 14-ാം വാർഡിൻ്റെ വേറൊരു ഭാഗം വരുന്നത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ വൈകുന്നേരത്തുള്ള ഗുരുവായൂർ പോക്ക്, ഗുരുവായൂർ പോയി കുറച്ച് നേരം നടന്നു. പിന്നെ ഞാനിവിടെ ഇരുത്തത്ത് എന്നെ കാണാനില്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ ഒരു ചെറിയ സംഭവം സെറ്റാക്കിയിട്ട് നമുക്ക് അവളെ വിളിച്ചോക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് മുറിച്ചോണ്ട്
അമ്മ തരാം. അവർ തരും. ഒന്നാമതല്ലോ ഉണ്ടാക്ക കത്തി കത്തി. രാവിലെ ആയപ്പോൾ നേരെ ചാവക്കാടത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്, അമ്മയും പപ്പയും എല്ലാവരും ഉണ്ട്. പിന്നെ അമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്, അമ്പി. ഞങ്ങളെല്ലാവരും അമ്പി എന്നാട്ടോ വിളിക്കാറ്. അപ്പം അമ്പി വന്നപ്പോൾ കുറേ ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു ബോക്സ് കൊടുന്ന് വെച്ചെടുത്തപ്പോൾ അവൾ പറഞ്ഞു ഹാപ്പി ടു ആണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അമ്മയുടെ ഷോപ്പിലത്തെ കുറച്ച് പേര് വരാണ്ട്, അപ്പം അവരെല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലായിട്ട് നിന്നായിരുന്നു. അവൾക്ക് പട്ടുപാടിയും കാര്യങ്ങളൊക്കെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നേരത്തെ എണീറ്റുന്നു. അപ്പോൾ കാരണം ഉറക്കത്തിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മ രാവിലെ തന്നെ ക്ലീനിങ്ങിൻ്റെയും എല്ലാം പരിപാടിയിലായിരുന്നു. അപ്പോൾ കിച്ചണൊക്കെ അങ്ങനെ ഭയങ്കര മെസ്സായിട്ടാണ് കിടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആൾ. പിന്നെ കുന്തിരിക്കം പോയിക്കാണ്ടായിരുന്നു, നല്ല സ്മെല്ലാണ് കേട്ടോ കുന്തിരിക്കത്തിൻ്റെ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു സംഭവം കേക്കിൻ്റെ ആണ് കേട്ടോ. എനിക്കൊരു കുഞ്ഞ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നടന്നു. നമ്മുടെ ചാവക്കാട് ഗുരുവായൂർ ഭാഗത്ത് ഓൾമോസ്റ്റ് കുറേ ബേക്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ആൾക്ക് ഓർഡറൊക്കെ കൊടുത്തിട്ട് ആൾ വരാണ്ട് കൊടുന്നരാണ്ട് പിന്നെ വേറെ നോർമൽ ഒരു കേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഗൂഗിളിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈഷ കേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ചാവക്കാടുള്ളൊരു ചേച്ചി വീട്ടിൽ തന്നെ ബേക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആള് എനിക്ക് നൈറ്റ് കട്ട് ചെയ്യാൻ ഒരു കുഞ്ഞ് കേക്കും സെറ്റ് ചെയ്ത് തന്നു. അതുപോലെ ഇന്നത്തെ കേക്കും ആൾ തന്നെ കേട്ടോ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല കേക്കായിരുന്നു കേട്ടോ. അത് ഓവറായിട്ട് മധുരം കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് നോർമൽ നമുക്ക് കഴിച്ചാൽ മട്ടിപ്പ് വരാത്ത ഒരു തരത്തിലാണ് കേട്ടോ ആളുടെ കേക്കുകളെല്ലാം. ഇന്നലെ തന്ന കേക്കും അതെ, ഇന്ന് തന്ന കേക്കും അതെ, നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് ഒരുമിച്ച് ഒന്ന് കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്നിരുന്നു ചേച്ചിയുടെ അടുത്ത്, ഞാൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്, ചേച്ചി ഒന്ന് പിടിക്കുകയോ ചോദിച്ചിട്ട്. അപ്പോൾ ആളെനിക്ക് വീഡിയോ എടുത്ത് തന്നേട്ടാ. പിന്നെ കുഞ്ഞപ്പേനെ നിർത്തിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെന്താ വെച്ചാൽ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഓൾറെഡി അവൾക്ക് അറിയായിരുന്നു, നമുക്ക് അറിയണ്ടായിരുന്നില്ല അവൾക്ക് കേക്ക് കട്ട് ചെയ്താൽ രാത്രി. പിന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അവൾ കഴിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് നേരെ അമ്പിക്ക് കൊടുക്കുക ചെയ്തേ. അപ്പോൾ നോർമലി നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് വലിയ ആൾക്കാർ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ കേക്ക് കട്ട് ചെയ്തിട്ട് വേറെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അതിശയം തന്നെയായിരുന്നു കേട്ടോ. ഞാനൊക്കെ അത് ഞെട്ടി. കാരണം അവളങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കട്ട് ചെയ്തിട്ട് നേരെ അമ്പിക്ക് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും കൊടുത്തു. അവൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിന് മുന്നേ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ വീട്ടിലത്തെ ചേട്ടൻ കാറ്ററിങ് ചെയ്യുന്ന ചേട്ടൻ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാ പരിപാടികൾക്കും മൂപ്പർ തന്നെയായിട്ട് ഏൽപ്പിക്കാറ്. അപ്പോൾ ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ കറക്റ്റ് ടൈമിൽ അത് ഉണ്ടാക്കി വീട്ടിൽ കൊടുന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. റൈസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ വിട്ട് കിടക്കും. ആൾ ഉണ്ടാക്കുന്ന ബിരിയാണി അങ്ങനെ സ്റ്റിക്കി ടൈപ്പായിട്ട് ഞാൻ അതുപോലെ കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റുള്ള നല്ല ബിരിയാണി ആയിട്ടാണ് അവരുടെ. പിന്നെ ദമ്മുണ്ടാകുന്നൊക്കെ ഇളക്കി ചിക്കനും റൈസും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഞാനും കഴിച്ചു. അങ്ങനെ വീട്ടിൽ പോരുകയാണ് ചെയ്തത്.
അവക്കൊരു മധുരോ. ഹാപ്പി ടു യു. ഉമ്മ എവിടെ തരിക? ബൈ ബൈ ഗൈസ്. പറഞ്ഞേക്ക് ലവ് യു. ഐ ലവ് യു. പറഞ്ഞേ മിഠായി കഴിക്കാം. ഒരു മുഖത്തോളം എല്ലാവർക്കും. മിഠായി ചോക്ലേറ്റ് വേണോ? പോവാം, നമുക്ക് അകത്തോട്ട് കയറി പോവാം.